സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയുടെ 8ാം ക്ലാസ്സിലെ കുഞ്ഞാർക്കളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിലെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രധാനമായിട്ടും പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, സെൽ തിയറി, ഫങ്ഷൻസ് ഓഫ് സെൽസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും സെൽസിൻ്റെ പാർട്സിനെ കുറിച്ചാണ്. എന്താണ് സെല്ലിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെ, റൈബോസോം എന്താണ്, മൈറ്റോകോൺഡ്രിയ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും കോശങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അല്ലേ. കോശങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? കോശദ്രവ്യമുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട് നമ്മുടെ കോശത്തിന്. അതുപോലെ തന്നെ എന്താണ്? ഗോൾജി കോംപ്ലക്സ്, ഫേനം, പിന്നെ മൈറ്റോകോൺഡ്രിയം, കോശഭിത്തി, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസം റെറ്റിക്കുലം, ഇവയെല്ലാം എന്താണ്? നമ്മുടെ സെല്ലിൻ്റെ ഭാഗങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? മൈറ്റോകോൺഡ്രിയനെ കുറിച്ചാണ്. എന്താണ്? മൈറ്റോകോൺഡ്രിയം, സെല്ലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മൈറ്റോകോൺഡ്രിയനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് മൈറ്റോകോൺഡ്രിയം? മൈറ്റോകോൺഡ്രിയം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പവർ ഹൗസ് ഓഫ് ദ സെല്ല്. പവർ ഹൗസ് ഓഫ് സെൽ എന്ന് വെച്ചാൽ എന്താണ്? കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയൻ ആണ്. പവർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയൻ. ഊർജ്ജ നിലയം, കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയൻ ആണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ദ എനർജി, ഊർജം സംഭരിക്കുന്നതും സൂക്ഷിക്കുന്നതും എവിടെയാണ്? നമ്മുടെ ഈ കോശത്തിൻ്റെ ഊർജ്ജനിലമായിട്ടുള്ള മൈറ്റോകോൺഡ്രിയയിലാണ് എന്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയൻ ആണെന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും ഉറപ്പായിട്ട് എന്താണ്? ആ ഊർജ്ജത്തിൻ്റെ സ്റ്റോറേജും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയിൽ ആണ്. ദെൻ അടുത്ത പ്രത്യേകത എന്താണ്? സീൻ ദ പ്ലെന്റി ഇൻ ലിവർ, ബ്രെയിൻ ആൻഡ് ദ മസിൽസ് സെൽസ്. എന്താണ്? കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ ഊർജം കൂടുതൽ വേണ്ടതിനാൽ അവിടെ കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നു? ഈ മൈറ്റോകോൺഡ്രിയൻ കാണപ്പെടുന്നു. അതായത് നമ്മുടെ കരളിലും തലച്ചോറിലും ബ്രെയിനിലും അതുപോലെ തന്നെ എന്താണ് ലിവറിലും ബ്രെയിനിലും എന്താണ് മസിൽസിലും ഈ ഭാഗം കൂടുതലായിട്ട് കാണപ്പെടുന്നു. എവിടെ എന്ത് കാണപ്പെടുന്നു? മൈറ്റോകോൺഡ്രിയൻ. അപ്പം എന്താണ്? നമ്മുടെ തലച്ചോറിനും പേശികൾക്കും കരളിനൊക്കെ എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പം ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് മൈറ്റോകോൺഡ്രിയൻ കാണപ്പെടുന്നു. ഓക്കെ, അപ്പം മൈറ്റോകോൺഡ്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശത്തിന്റെ ഊർജ്ജനിലയം, പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയൻ ആണ്. അതുപോലെ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയനിലാണ്. അതുപോലെ തന്നെ കരൾ, തലച്ചോറ്, പേശികൾ തുടങ്ങിയവയിലേക്ക് ഊർജം കൂടുതൽ ആവശ്യമാണല്ലോ. ആയതിനാൽ തന്നെ അവിടെ കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നു? മൈറ്റോകോൺഡ്രിയൻ കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? പാസേജ് ഇൻസൈഡ് ദി സെല്ല്. കോശത്തിനുള്ളിലെ ഒരു സഞ്ചാര പാതയാണ് എന്തെന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതായത് കോശത്തിനിടയിൽ സഞ്ചരിക്കാനുള്ളൊരു പാതയാണ് ഇതെന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടേക്ക് പ്ലേസ് ത്രൂ ദ ഓർഗനൽസ്. എന്താണ്? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഇതിലൂടെയാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. കോശത്തിനുള്ളിൽ ഒരു സഞ്ചാരപാതയാണ്. അപ്പം എന്താണ്? മെറ്റീരിയൽസ്, പദാർത്ഥ സംവഹനം നടക്കുന്നതും എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ആണ്. അതുപോലെ തന്നെ കോശത്തിന് ദൃഢതയും ആകൃതിയും നിലനിൽക്കുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? സൈറ്റോസ്കെൽട്ടോൺ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? കോശാസ്ഥികൂടം അല്ലെങ്കിൽ സൈറ്റോസ്കെൽട്ടോൺ എന്ന് പറയുന്നത്. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകതകൾ? പാസേജ് ഇൻസൈഡ് ദി സെൽ. എന്താണ്? സെല്ലിന്റെ അല്ലെ കോശത്തിനകത്തൂടെയുള്ള സഞ്ചാരപാതയാണ് ഇതെന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഓർഗൻ. എന്താണ്? ഈ കോശത്തിനകത്തൂടെ അല്ലെങ്കിൽ സെല്ലിനകത്തൂടെ എന്താണ് പദാർത്ഥ സംവഹനം നടക്കുന്ന എന്തിലൂടെയാണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. അതിനാൽ തന്നെ എന്തെന്നറിയപ്പെടുന്നു? ഈ കോശത്തിന് അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനൊരു ആകൃതിയും ഒരു ദൃഢതയും നൽകുന്നതിനാൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. അപ്പം നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് റൈബോസോം. റൈബോസോം എന്താണെന്നാണ് പറഞ്ഞത്? മാംസനിർമ്മാണ ശാല. നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? മൈറ്റോകോൺഡ്രിയൻ പഠിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞു എന്താണ്? കോശത്തിനുള്ളിലെ ഊർജ്ജ നിലയം, പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയൻ ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണ ശാല എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ റൈബോസോം ആണ്.
എയ്തർ ഫൗണ്ട് ഫ്രീ സൈറ്റോപ്ലാസം ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ്? അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിന് സ്വതന്ത്രമായോ കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? റൈബോസോം. അപ്പൊ റൈബോസോമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ദ പ്രോട്ടീൻ സിന്തസിസ്. എന്താണ്? കോശത്തിനുള്ളിലെ മാംസനിർമ്മാണശാല എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? റൈബോസോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കോശത്തിന്റെ സെല്ലിന്റെ വിവിധ പാർട്സുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്? മൈറ്റോകോൺഡ്രിയൻ പഠിച്ചു, അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പഠിച്ചു, റൈബോസോമും പഠിച്ചു. എന്താണ് റൈബോസോം? കോശത്തിനുള്ളിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ്. അതുപോലെ തന്നെ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി എന്ത് കാണപ്പെടുന്നു? ഈ റൈബോസോം കാണപ്പെടുന്നു. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്ത്? ഫെനം. എന്താണ് ഫെനം? ഫെനം അഥവാ വാക്യൂൾ. എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫെനം എന്ന് പറയുന്നത്. കവേർഡ് ബൈ കാറ്റസിക്സ് മെമ്പറൈൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് അതായത് ടോണോപ്ലാസ്റ്റാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഫെനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് എവിടെയാണ്? ഫെനത്തില് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഗോൾജി കോംപ്ലക്സ്. എന്താണ് ഗോൾജി കോംപ്ലക്സ്? കളക്ട് സെൽ സീക്രഷൻസ് ലൈക്ക് എൻസൈം, ഹോർമോൺസ്, മ്യൂക്കസ് ഇൻ സ്മോൾ വെസൽസ്. എന്താണ് ഗോൾജി കോംപ്ലക്സ്? ഗോൾജി കോംപ്ലക്സ് എന്നാൽ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. എന്ത്? ഈ ഗോൾജി കോംപ്ലക്സ്. എന്താണ് ഗോൾജി കോംപ്ലക്സ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശ സ്രവങ്ങളെ സ്തര സഞ്ചിയിലാക്കുന്നത് ആരാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഈ ഗോൾജി കോംപ്ലക്സ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലെന്റി ഗ്ലാൻഡുലർ സെൽസിലാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രന്ഥി കോശങ്ങളിലാണ്. എവിടെയാണ്? ഗ്രന്ഥി കോശങ്ങളിലാണ് എന്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഗോൾജി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങൾ, രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ സ്രവങ്ങളെ ഒരു സഞ്ചിയിലാക്കുന്നത് ആരാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഗോൾജി കോംപ്ലക്സിൽ ആണ്. കോശത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് സെൽ ന്യൂക്ലിയസ്. എന്താണ് സെൽ ന്യൂക്ലിയസ്? The various protein produced in the cell play a major role in regulating various activities in the cell. എന്താണ്? കോശത്തിനുള്ളിൽ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യണം? നമ്മുടെ കോശത്തിനുള്ളിൽ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം കൺട്രോൾ ചെയ്യുകയും അതിനെ എല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. The synthesis of protein is under the control of genes in the chromatin reticulum in the nucleus. Hence the nucleus is considered as the regulatory center of the സെല്ല്. എന്താണ്? അതായത് കോശത്തിനുള്ളിലെ നിരവധി ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കോശത്തിലെ ഇത്തരം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വിവിധ തരത്തിലുള്ള എന്താണ്? പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. വിവിധ തരത്തിലുള്ള മാംസ്യ തന്മാത്രകളാണ് ഇവയെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഇവ നിർമ്മിക്കപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലികയിൽ കാണപ്പെടുന്ന ജീനുകളിലാണ്. ഈ പ്രോട്ടീൻ മോളിക്യൂൾസ് നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളിലാണ് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ക്രോമാറ്റിൻ ജാലികയും ജീനുകളും കാണപ്പെടുന്ന എവിടെയാണ്? മർമ്മത്തിനുള്ളിൽ. ക്രോമാറ്റിൻ ജാലികയും ജീനുകളും കാണപ്പെടുന്ന എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. എന്താണ് മർമ്മകം അഥവാ ന്യൂക്ലിയസ്? കോശത്തിനുള്ളിലെ പ്രധാന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ആണ് എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും നമ്മുടെ കോശത്തിനുള്ളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്ന ഒക്കെ ആരാണ്? ഈ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ഉള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടീൻ മോളിക്യൂൾസ്. ഈ പ്രോട്ടീൻ മോളിക്യൂൾസ് എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളിലാണ്. ഈ ക്രോമാറ്റിൻ ജാലികയും ജീനുകളും എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു.